നമസ്കാരം. ഈ വീഡിയോയിൽ തൃക്കരിപ്പൂർ അസംബ്ലി ഇലക്ഷൻ്റെ ഡീറ്റെയിൽസ് ആണ്, പഴയ ഡേറ്റയാണ് നോക്കുന്നത്. ഇപ്പോൾ തൃക്കരിപ്പൂരിലെ 2016 ഡേറ്റ എടുക്കുകയാണ്, അസംബ്ലി ഇലക്ഷൻ ഡേറ്റ എടുക്കുകയാണെങ്കിൽ LDFിൻ്റെ കുറച്ചൊരു മണ്ഡലമാണ്. 79,000 വോട്ടിന് LDFും UDF 62,000 വോട്ടും NDA 10,000 വോട്ട്. NDF കാര്യമായ വോട്ടില്ലാത്തൊരു മണ്ഡലമാണ്. നമ്മൾ കാസർഗോഡ് മറ്റുള്ള മണ്ഡലങ്ങളിലൊക്കെ നോക്കുമ്പോൾ 20,000 വോട്ടിലുണ്ടായിരുന്നെങ്കിൽ തൃക്കരിപ്പൂരിൽ ഇത് 10,000 വോട്ടേ ഉള്ളൂ. അപ്പം അതിൻ്റെ വോട്ട് മാറി ഒരു 17,000 വോട്ടിന് LDF ജയിച്ചൊരു മണ്ഡലമാണ് തൃക്കരിപ്പൂർ. ഇപ്പോൾ 2021 ആയപ്പോൾ അത് വീണ്ടും 86,000 വരികയും അതേപോലെ UDFന് 60,000 ഇച്ചിരി കുറയുകയും ചെയ്തു. അപ്പോഴും NDAയുടെ വോട്ട് 10,000 വലിയ കാര്യമായ വ്യത്യാസം വന്നിട്ടില്ല. അപ്പോൾ 26,000 വോട്ടായിട്ട് ലീഡ് ഉയർത്തിയൊരു മണ്ഡലമാണ് തൃക്കരിപ്പൂർ. ഇനി 2024 ലോക്സഭ ഇലക്ഷൻ്റെ ഡേറ്റ നോക്കാം. 2024 ആയപ്പോൾ വീണ്ടും നമ്മൾ മറ്റ് മണ്ഡലങ്ങളിൽ കാണുന്ന പോലെ തന്നെ UDF മുന്നിൽ കയറിയ ഒരു അത്ഭുതമാണ് വീണ്ടും സംഭവിച്ചിരിക്കുന്നത്. UDF 75,000 വോട്ട് ഫ്രണ്ടിൽ കയറുകയും LDFന് 65,000 കുറഞ്ഞിരിക്കുകയാണ്. ഒരു ഭയങ്കര ഒരു കുറവാണ് വന്നിരിക്കുന്നത്. അതേപോലെ NDA ഒരു സ്ലൈറ്റ് ഇൻക്രീസ് 10,000 എന്നുള്ളത് 17,000 എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആക്ച്വലി ലോക്സഭാ മണ്ഡലത്തിൽ നോക്കുവാണെങ്കിൽ 10,000 വോട്ടിൽ കൂടുതൽ UDF ഒരു കൺവിൻസിംഗ് ആയിട്ട് ഫ്രണ്ടിലെത്തിയ ഒരു മണ്ഡലമാണ്. അപ്പോൾ ഓരോ പാർട്ടിയുടെയും വോട്ട് ഷെയർ നോക്കാം ഓരോ ഇലക്ഷനിലെ. അപ്പോൾ LDFിൻ്റെ നോക്കുകയാണെങ്കിൽ 79,000 വോട്ട് 2016 2021 86,000 ആയെങ്കിലും 7,000 വോട്ട് കൂടി. 86,000 നിന്ന് പക്ഷേ 2024 ആയപ്പോൾ 65,000 ആവുകയാണ്. അത് 21,000 വോട്ടിൻ്റെ കുറവ് ഈ 2021 അസംബ്ലിയിൽ നിന്ന് 2024 ലോക്സഭാ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ, അതായത് 3 കൊല്ലം കൊണ്ട് ഇടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ UDFനെ നോക്കുകയാണെങ്കിൽ കാസർഗോഡിലെ പല മണ്ഡലങ്ങളും കാണുന്ന പോലെ തന്നെ 62,000 വോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. 62,000 വോട്ട് 2016 60,000 വോട്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലോ, അതേ നില തന്നെ നിലനിർത്താൻ പറ്റിയിട്ടുണ്ട് 2021. അത് 2024 ആയപ്പോൾ 75,000 വോട്ട് 15,000 വോട്ട് കൂട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് NDAയുടെ നോക്കുകയാണെങ്കിൽ 10,000 വോട്ട് ഉണ്ടായിരുന്നു. 10,000 വോട്ട് തന്നെ ആയിരുന്നു 2 അസംബ്ലിയിലും. ലോക്സഭ ആയപ്പോൾ 7,000 വോട്ടിൻ്റെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ 3 മണ്ഡലങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ, അസംബ്ലിയിൽ ഇപ്പോഴും LDFന് മുന്നിലിരുന്ന വളരെ വലിയൊരു മാർജിന് വിജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലം ഈ കഴിഞ്ഞ 2024 ലോക്സഭ ഇലക്ഷൻ മുതൽ UDFിൻ്റെ പക്കത്തോട്ടൊരു ചായ്വ് കാണിക്കുന്നുണ്ട്. അത് ഇനി 2026 ഈ വരുന്ന അസംബ്ലിയിൽ അത് പ്രതിഫലിക്കുമില്ലോ എന്ന് നമുക്ക് കണ്ടറിയണം. എന്താണ് പ്രേക്ഷകരുടെ അഭിപ്രായമെന്ന് ഈ വീഡിയോ കമൻറ്റ് ചെയ്യുക. ഇതിൽ ആര് ജയിക്കും, 2026 ആര് ജയിക്കുമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു മണ്ഡലം അനലൈസ് ചെയ്ത് നേരത്തെ വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആ മണ്ഡലം ഞങ്ങൾ പെട്ടെന്ന് അനലൈസ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു മണ്ഡലത്തിൻ്റെ വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.